എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഒരു ഓൺലൈൻ ബൊട്ടിക്ക് എങ്ങനെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ഒരു ഓൺലൈൻ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഓരോ വിമൻസിൻ്റെയും ഒരു അംബീഷൻ ആയിരിക്കും, അല്ലേ? പാഷനേറ്റ് ആയിട്ടുള്ളത്, അതായത് ഫാഷനോട് അധികം പാഷനേറ്റ് ആയിട്ടുള്ള ഓരോ വിമൻസിൻ്റെ അംബീഷൻ ആയിരിക്കും. നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കൊരു മെൻ്റൽ ഹാപ്പിനെസ്സും കൂടിയാണ് അത് തരുന്നത്. സോ അത് നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഫ്രീ ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെയധികം നമുക്ക് എല്ലാവർക്കും, നമുക്ക് സ്ത്രീകൾക്കെല്ലാം ഒരു ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കുറച്ച് പേർക്കെങ്കിലും അറിയില്ലാത്തവരുണ്ടാവാം. സോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പല ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവർക്ക് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അറിയില്ല എന്നോട് പറയാറുണ്ട്. സോ നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ പലതരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. അതിനകത്ത് ഏതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, ഏറ്റവും കൂടുതൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏതാണെന്ന് കണ്ടെത്തുക. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, കുർത്തീസ് ഡിസൈൻ ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. കുട്ടികളുടെ ഫ്രോക്കുകൾ ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. എൻ്റെ സിസ്റ്ററൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ ഫ്രോക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഡിസൈൻ ചെയ്യും. അവൾ കുർത്തിയും ഡിസൈൻ ചെയ്യും, പക്ഷേ ഫ്രോക്കാണ് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യുന്നത്. എനിക്ക് കുർത്തീസ് ഡിസൈൻ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. സോ അങ്ങനെ ഓരോരുത്തരുടെയും പാഷൻ അനുസരിച്ച് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഏറ്റവും കൂടുതൽ പാഷനേറ്റ് ആയിട്ടുള്ളത് അത് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു പ്രോഡക്റ്റ് വെച്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബൊട്ടിക്കാണെങ്കിലും എന്ത് സ്ഥാപനമാണെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇപ്പം നമ്മളൊരു വീട് നിർമ്മിക്കാൻ പോവുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിലുണ്ടാവും, പ്ലാൻ ഉണ്ടാവും. ആ വീട് എങ്ങനെ പണിത് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളൊരു ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ A to Z കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. അതായത് ഒരു പേരിടണം, നമ്മളുടെ ഒരു ബൊട്ടിക്കിനൊരു പേര് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ പേരിടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു സ്ഥാപനത്തിനോ ബ്രാൻഡിനോ പേരിടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി പോയിട്ടൊന്ന് റെഫർ ചെയ്യാം. സോ ഒരു പേര് കണ്ടുപിടിക്കുക. അത് യുണീക്കായിട്ടുള്ളൊരു പേരായിരിക്കണം. ആളുകളിലേക്ക് പെട്ടെന്നത് ക്യാച്ചി ആയിട്ടുള്ള ഒരു നെയിം ആയിരിക്കണം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അവൈലബിലിറ്റി, ആ പേര് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിൻ്റെ ഡൊമൈൻ ഒക്കെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പോയിട്ടൊന്ന് നോക്കുക. ഇനി നമുക്ക് ബേസിക് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നെസസറി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്ത് പ്രോഡക്റ്റാണ്, അത് എന്ത് പ്രൈസിങ്ങിൽ നമ്മൾ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു, അതുപോലെ തന്നെ അതിൻ്റെ ഡെലിവറിയൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ പ്രൈസിംഗ് ഒക്കെ നിശ്ചയിക്കുമ്പോൾ ഒരു 30 to 50% ലാഭം കിട്ടത്തക്ക രീതിയിൽ നമ്മുടെ ആ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പം നമ്മൾ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ കണക്കാക്കി അതിൻ്റെ നമുക്ക് ഒരു ഡെലിവറി ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര പ്രൈസിങ്ങിൽ കൊടുത്താൽ നമുക്ക് അതിൻ്റെ ഒരു 30% അല്ലെങ്കിൽ 40% ലാഭം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കണക്കാക്കിയിട്ട് ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നിശ്ചയിക്കാനായിട്ട് അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്ലാനുകളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ സോഴ്സ് ഓഫ് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് റോ മെറ്റീരിയലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള സോഴ്സ് ഓഫ് പ്രൊഡക്റ്റ് എങ്കിൽ നമ്മളത് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ്. ബേസിക് ആയിട്ട് നമ്മൾ തുടക്കക്കാരെന്ന നിലയ്ക്ക് നമ്മൾ തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് എപ്പോഴും നല്ലത് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും. കാരണം നമ്മൾ ബൾക്കായിട്ട് ഒരുപാട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമേ സൂററ്റ്, ബോംബെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഓരോ വസ്ത്രങ്ങളുടെ കാറ്റഗറി, ഓരോ വസ്ത്രങ്ങളുടെ മെറ്റീരിയലിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ ഡെൻസിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇനീഷ്യലി നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലാതെ ഓടിപ്പോയിട്ട് ഒത്തിരി ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് പലതരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് സെയിൽ ചെയ്ത് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. സോ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ലോക്കൽ മാർക്കറ്റിൽ പോയി നമ്മൾ മെറ്റീരിയൽസിനെ കുറിച്ച് അന്വേഷിച്ച് പ്രൈസിംഗ് ഒക്കെ നോക്കി ഏതാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക്
ഒരു നമ്മളൊരു പ്രൈസ് റേഞ്ചിലായിരിക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രീമിയം പ്രൈസിങ്ങിലാണോ അതോ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിങ്ങിലാണോ നമ്മൾ പ്രൊഡക്റ്റ് നിർമ്മിക്കാനും അതുപോലെ സെല്ല് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതെന്ന് നമ്മളൊന്ന് ഓൾറെഡി ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അങ്ങനെ നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി എവിടെയാണ് നമുക്ക് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അന്വേഷിച്ചിരിക്കണം. ഇപ്പോൾ പാലക്കാട്, കോയമ്പത്തൂർ, നമ്മുടെ കോഴിക്കോട്, അതുപോലെ തന്നെ നമ്മുടെ എറണാകുളം മാർക്കറ്റിൽ ഒക്കെ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾ ഏതാണ് നിങ്ങളുടെ അടുത്തുള്ള ലോക്കൽ മാർക്കറ്റ് എന്ന് വെച്ചാൽ അവിടെ നിന്ന് പോയിട്ട് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തു. ഇനി നമുക്ക് എന്താണ് ഇത് പ്രൊഡക്ഷൻ ആക്കണം അല്ലേ. ഈ പ്രൊഡക്ഷൻ ആക്കി കഴിഞ്ഞ് ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എല്ലാം നമ്മൾ തന്നെയാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മളുടെ കൂടെ വേറെ ഒരാളെയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്കറിയാം എത്ര കോസ്റ്റ് വരും. വീട്ടിലിരുന്നാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്കത് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു വീടിനകത്താണ് നമ്മളിത് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മുറി അല്ലെങ്കിൽ ഒരു ഏരിയ ഇതിന് പ്രത്യേകമായിട്ട് നമ്മൾ കണ്ടെത്തണം. ഇത് എന്ന് പറയുന്നത് വളരെ ക്ലീനായിട്ട് നീറ്റായിട്ട് നമ്മൾ ഒരു പ്ലേസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഷെൽഫൊക്കെ ആദ്യം തന്നെ വാങ്ങിച്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഭിത്തിയിലൊക്കെ വലിയ ഷെൽഫ് കാര്യങ്ങൾ, ഗ്ലാസിൻ്റെ ഷെൽഫ് അങ്ങനെയൊക്കെ വാങ്ങിക്കാനായിട്ട് ആദ്യം തന്നെ ഇനീഷ്യലി ക്യാഷ് മുടക്കാനില്ലെങ്കിൽ നമുക്ക് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ നമുക്ക് അറിയാലോ ഓഫീസിലൊക്കെ ഫയലുകളൊക്കെ വെക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ റാക്കുകളുണ്ട്. ഞാനൊക്കെ ഇനീഷ്യലി ആ ഒരു റാക്കാണ് വാങ്ങിച്ചു വെച്ചത്. പിന്നീട് നിങ്ങൾ ഷോപ്പൊക്കെ ആയി വലിയ നല്ലൊരു ഷോപ്പിലേക്ക് മാറുമ്പോൾ ഇത് ഗോഡൗണിൽ നമുക്ക് ഡ്രസ്സുകൾ കീപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ അതുപോലത്തെ സ്റ്റീലിൻ്റെ റാക്ക്, തട്ടായിട്ടുള്ള സ്റ്റീലിൻ്റെ റാക്കുകൾ വാങ്ങിച്ചിട്ട് അതിനകത്ത് നമുക്ക് ഈ വസ്ത്രങ്ങൾ വെക്കാവുന്നതാണ്. സോ അങ്ങനെ ഏതെങ്കിലും ഒരു വീടിൻ്റെ ഏതെങ്കിലും ഒരു ഏരിയ സെറ്റ് ചെയ്ത് വയ്ക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാങ്ങിങ് ചെയ്തിടണം. വസ്ത്രങ്ങളൊക്കെ ഹാങ്ങിങ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിടണം. എങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക സ്റ്റീലിൻ്റെ ഇപ്പോൾ നമ്മുടെ പൈപ്പിൻ്റെ തന്നെ ചെറിയ പൈപ്പിൻ്റെ തന്നെ റാക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇപ്പോൾ വെൽഡൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവരത് ചെറിയ എമൗണ്ടിന് നമുക്ക് ചെയ്തു തരും. സോ അങ്ങനെ നമുക്ക് വെൽഡ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ പെയിൻ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയിലുള്ള സ്റ്റാൻഡാവും. ഇപ്പോൾ നല്ല നല്ല ബൊട്ടിക്കുകളിലും അത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഹാങ്ങറൊക്കെ നമ്മൾ വാങ്ങിച്ച് അതിനകത്ത് നല്ല രീതിയിൽ തന്നെ ഡ്രസ്സുകൾ ഡിസ്പ്ലേ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മുടെ വീടിനടുത്തു നിന്ന് തന്നെ ആളുകൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വന്ന് അവർക്ക് പർച്ചേസ് ചെയ്യാൻ പാകത്തിന് ഒരു ചെറിയൊരു ഡിസ്പ്ലേ നമ്മുടെ വീട്ടിലും സെറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് വസ്ത്രങ്ങളെല്ലാം നല്ല രീതിയിൽ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നമ്മളത് സൂക്ഷിക്കുക. ഒത്തിരി ബൾക്കായിട്ട് കൊണ്ടുവന്ന് ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതിന് ഡെലിവറി ചെയ്യണം. ഇത് നമുക്ക് സെല്ല് ചെയ്യണം. ഇനി സെല്ലിങ്ങിൻ്റെ പാർട്ടിലായിട്ട് വരുമ്പോഴാണ് നമുക്ക് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വേണ്ടത്. നമുക്ക് ഇപ്പോൾ ഏറ്റവും വളരെ വേഗത്തിൽ നമുക്ക് സെല്ലിങ് നടത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ്. സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇൻഫ്ലുവൻസ് അറിയിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഒരുപാട് പേര് ആയിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ അവർക്ക് ഓൺലൈനിൽ ചെയ്യാൻ അറിയില്ലാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. പാഷൻ ടു ബിസിനസ് എന്ന് പറയുന്ന ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ഇങ്ങനെ ഓൺലൈനിൽ ബിസിനസ് ചെയ്യാൻ അറിയില്ലാത്തവർക്കോ അല്ലെങ്കിൽ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഒരുപാട് മെത്തേഡിലൂടെ നമ്മളത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഒരുപാട് പേർക്ക് നമ്മൾ ഈ ഒരു അറിവ് പകർന്നു കൊടുത്തു. സോ ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. സോ ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇൻഫ്ലുവൻസ് പ്രസൻസ് അറിയിക്കുക. നമ്മൾ ഒരുപാട് പൈസയൊക്കെ കൊടുത്തിട്ട് വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ നമ്മൾ തന്നെ നമ്മുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. സോ അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഇത് പ്രസൻസ് അറിയിക്കുക. അതിലൂടെ നമ്മുടെ സെയിൽ നടത്തി നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ ഒരു കവറും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൺലൈനിൽ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ പാക്കിങ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾ നല്ല സ്നേഹത്തോടു കൂടി നല്ല ആ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആ കസ്റ്റമർക്ക് ഒരു സന്തോഷവും ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നത്തക്ക രീതിയിൽ നല്ല രീതിയിൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ ഡെലിവറി ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ്സിനെ ഒരു 1 by 1 ആയിട്ട് ഘട്ടമായിട്ട് വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലോ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.
ഇതുവരെയും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. ഈ ജേർണിയിൽ ഒരു പാർട്ടായി മാറുക. താങ്ക് യു സോ മച്ച്.